നമസ്കാരം. പി.എസ്.സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡറിന്റെ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ്. അതിൽ തന്നെ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന തത്വശാസ്ത്രത്തിന്റെ ഭാഗമായുള്ള ഇന്ത്യൻ ഭക്ഷ്യവിളകളെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ത്യയിൽ പ്രധാനമായും രണ്ടു തരം വിളകളാണ് കൃഷി ചെയ്യുന്നത് നമുക്കറിയാം. ഒന്ന് ഭക്ഷ്യവിളകളും മറ്റൊന്നെന്താണ് നാണ്യവിളകളുമാണ്. അപ്പോൾ അതിൽ ഭക്ഷ്യവിളകളെ പറ്റിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സമയം കളയണ്ട, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. അപ്പൊ നമുക്ക് സമയം കളയണ്ട, ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യൻ കാർഷിക മേഖല. സുഹൃത്തുക്കളെ, എന്താണ് കൃഷി? അതിജീവനത്തിനായി മനുഷ്യൻ മണ്ണിനെ ബോധപൂർവം പ്രയോജനപ്പെടുത്തുന്ന ഒരു സംസ്കാരമാണ് കൃഷി എന്നറിയപ്പെടുന്നത്. എന്താണ് കൃഷി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതിജീവനത്തിനായിട്ട് മനുഷ്യൻ മണ്ണിനെ ബോധപൂർവം പ്രയോജനപ്പെടുത്തുന്ന ഒരു സംസ്കാരമാണ് കൃഷി എന്നറിയപ്പെടുന്നത്. അതിപുരാതന കാലം മുതൽ മനുഷ്യന്റെ പ്രധാന ജീവിതോപാധി എന്നറിയപ്പെടുന്നത് കൃഷിയാണ്. പഠിച്ചോളനെ, അതിപുരാതന കാലം മുതൽ മനുഷ്യന്റെ പ്രധാന ജീവിതോപാധിയായി അറിയപ്പെടുന്നത് എന്താണ്? കൃഷിയാണ്. അഗർ, കൾച്ചർ എന്നീ ലാറ്റിൻ പദങ്ങളിൽ നിന്നുമാണ് അഗ്രികൾച്ചർ എന്ന പദം ഇംഗ്ലീഷിൽ രൂപപ്പെട്ടത്. പഠിച്ചോളനെ, അഗർ, കൾച്ചർ എന്നീ ലാറ്റിൻ പദങ്ങളിൽ നിന്നുമാണ് അഗ്രികൾച്ചർ എന്ന പദം ഇംഗ്ലീഷിൽ രൂപപ്പെട്ടത്. അഗർ എന്നാൽ കരയെന്നും കൾച്ചർ എന്നാൽ കൃഷി എന്നുമാണ് അർത്ഥം. അഗർ എന്നാൽ കരയെന്നും കൾച്ചർ എന്നാൽ കൃഷിയും എന്നാണ് അർത്ഥം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇന്ത്യൻ കാർഷിക മേഖലയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് കൃഷി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതിജീവനത്തിനായി മനുഷ്യൻ മണ്ണിനെ ബോധപൂർവം പ്രയോജനപ്പെടുത്തുന്ന ഒരു സംസ്കാരമാണ് കൃഷി എന്നറിയപ്പെടുന്നത്. പുരാതന കാലം മുതൽ മനുഷ്യന്റെ പ്രധാന ജീവിതോപാധിയായി അറിയപ്പെടുന്നത് കൃഷിയാണ്. അഗർ, കൾച്ചർ എന്നീ രണ്ടു ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന ഇംഗ്ലീഷ് പദം രൂപപ്പെട്ടിട്ടുള്ളത്. അഗർ എന്നാൽ കരയെന്നും കൾച്ചർ എന്നാൽ കൃഷി എന്നുമാണ്. കൃഷിയുടെ ഭാഗമായി വരുന്ന മേഖലകളാണ് കന്നുകാലി വളർത്തൽ, പുഷ്പ ഫലകൃഷി, വനവൽക്കരണം, മത്സ്യകൃഷി. ഇത്രയും പഠിച്ചോളനെ, പി.എസ്.സി പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കൃഷിയുടെ ഭാഗമായി വരുന്ന മേഖലകൾ ഏതൊക്കെയാ? കന്നുകാലി വളർത്തലുണ്ട്, പുഷ്പ ഫലകൃഷികളുണ്ട്, വനവൽക്കരണമുണ്ട്, മത്സ്യകൃഷിയുമുണ്ട്. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കാർഷിക രാജ്യമാണ്. ഇന്ത്യയുടെ 2/3 ജനങ്ങളും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇന്ത്യയുടെ 2/3 ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. വ്യാവസായിക മേഖലയിലേക്ക് ആവശ്യമായ ചില അസംസ്കൃത വസ്തുക്കൾ കാർഷിക മേഖലയിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതൊരിക്കല് പി.എസ്.സി സ്റ്റേറ്റ്മെന്റ് ലെവലായിട്ട് ചോദിച്ചിട്ടുണ്ട്. വ്യാവസായിക മേഖലയിലേക്ക് ആവശ്യമായ ചില അസംസ്കൃത വസ്തുക്കൾ കാർഷിക മേഖലയിൽ നിന്നുമാണ് ലഭ്യമാക്കുന്നത്. ഒന്നുകൂടി പറയാം, കൃഷിയുടെ ഭാഗമായി വരുന്ന മേഖലകൾ ഏതൊക്കെയാ? കന്നുകാലി വളർത്തല്, പുഷ്പ ഫലകൃഷി, വനവൽക്കരണം, മത്സ്യകൃഷി. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കാർഷിക രാജ്യമാണ്. ഇന്ത്യയുടെ 2/3 ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. വ്യാവസായിക മേഖലയിലേക്ക് ആവശ്യമായ ചില അസംസ്കൃത വസ്തുക്കൾ കാർഷിക മേഖലയിൽ നിന്നുമാണ് ലഭ്യമാക്കുന്നത്. ഇന്ത്യൻ കാർഷിക വിളകൾ പ്രധാനമായിട്ടും 2 തരമുണ്ട്. നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു, ഇന്ത്യൻ കാർഷിക വിളകൾ പ്രധാനമായിട്ടും 2 തരമുണ്ട്: ഭക്ഷ്യവിളകളും നാണ്യവിളകളും. ഭക്ഷ്യവിളകളും നാണ്യവിളകളും. ഭക്ഷ്യവസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കാവുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ എന്നറിയപ്പെടുന്നത്. ഭക്ഷ്യവസ്തുക്കളായിട്ട് നേരിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിളകളെ എന്തെന്ന് വിളിക്കുന്നു? ഭക്ഷ്യവിളകൾ എന്ന് വിളിക്കുന്നു. വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ എന്നറിയപ്പെടുന്നത്. വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകൾ അറിയപ്പെടുന്ന പേരെന്താ? നാണ്യവിളകൾ എന്ന്. ഇന്ത്യയിൽ കൂടുതലായി കൃഷി ചെയ്യുന്നത് ഭക്ഷ്യവിളയാണ്. പഠിച്ചോളണേ, ഇന്ത്യയിൽ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന വിള ഏതുതരം വിളകളാ? ഭക്ഷ്യവിളകളാണ്. ഒന്നുകൂടി പറയാം, ഇന്ത്യൻ കാർഷിക വിളകൾ 2 തരത്തിലുണ്ട്. ഒന്ന് ഭക്ഷ്യവിളകളും മറ്റൊന്ന് നാണ്യവിളകളും. ഭക്ഷ്യവസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കാവുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ എന്നറിയപ്പെടുന്നത്. വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകള്. ഇന്ത്യയിൽ കൂടുതലായി കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളകളാണ്. ഇന്ത്യയിൽ കൂടുതലായി കൃഷി ചെയ്യുന്ന വിളവിഭാഗം ഏതാണ്? ഭക്ഷ്യവിളകളാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് നെല്ലാണ്. ആരെ പറ്റിയാ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം നെല്ലിനെ പറ്റിയിട്ടാണ് ആദ്യം നമുക്ക് പഠിക്കുവാനുള്ളത്. നെല്ല് ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള എന്നറിയപ്പെടുന്നത് നെല്ലാണ്. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള എന്നറിയപ്പെടുന്നത് ആരാ? നെല്ലാണ്. നെല്ലൊരു ഖാരിഫ് വിളയാണ്. നെല്ലൊരു ഖാരിഫ് വിളയാണ്. ഒരുപാട് തവണ പി.എസ്.സി പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ഖാരിഫ് വിളക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഏതാ?
നെല്ലാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം എന്നറിയപ്പെടുന്നത്. ഉയർന്ന താപനിലയും ധാരാളം മഴയും നെൽകൃഷിക്ക് ആവശ്യമാണ്. ഉയർന്ന താപനിലയും ധാരാളം മഴയും നെൽകൃഷിക്ക് ആവശ്യമാണ്. നെൽകൃഷിക്ക് അനുയോജ്യമായ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. നെൽകൃഷിക്ക് അനുയോജ്യമായ താപനില എത്രയാ? 24 ഡിഗ്രി സെൽഷ്യസ് ആണ്. നെൽകൃഷിക്ക് അനുയോജ്യമായ മഴ 150 സെന്റിമീറ്റർ. നെൽകൃഷിക്ക് അനുയോജ്യമായ മഴ എത്രയെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നെൽകൃഷിക്ക് ആവശ്യമായ മഴയുടെ ലഭ്യത എത്രയെന്ന് ചോദിച്ചാൽ, മിനിമം 150 സെന്റിമീറ്റർ മഴയെങ്കിലും ലഭിക്കുന്ന പ്രദേശത്ത് നെൽകൃഷി ചെയ്യുവാൻ കഴിയും. മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സൗകര്യത്തോടെ നെൽകൃഷി ചെയ്തു വരുന്നു. മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സൗകര്യത്തോടെ നെൽകൃഷി ചെയ്തു വരുന്നു. ഒന്നുകൂടി പറയാം, നെല്ലിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള എന്നറിയപ്പെടുന്നത് നെല്ലാണ്. നെല്ലൊരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. ഉയർന്ന താപനിലയിലും ധാരാളം മഴയും നെൽകൃഷിക്ക് ആവശ്യമാണ്. നെൽകൃഷിക്ക് അനുയോജ്യമായ താപനില 24 ഡിഗ്രി സെൽഷ്യസ് ആണ്. നെൽകൃഷിക്ക് അനുയോജ്യമായ മഴ 150 സെന്റിമീറ്റർ ആണ്. മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യത്തോടെ നെൽകൃഷി ചെയ്തു വരും. നദീതീരങ്ങളിലും തീര സമതലങ്ങളിലുമാണ് മുഖ്യമായും നെൽകൃഷി ചെയ്യുന്നത്. നദീതീരങ്ങളിലും തീര സമതലങ്ങളിലുമാണ് മുഖ്യമായിട്ടും നെൽകൃഷി ചെയ്തു വരുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ കേരളം നോക്കിയാൽ മതി. നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ടും നദിയുടെ ഭാഗമായിട്ടായിരിക്കും നെൽകൃഷി ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ തീരപ്രദേശത്തോട് ചേർന്ന് വരുന്ന ഭാഗങ്ങളിലായിരിക്കും കൂടുതലായിട്ട് നെൽകൃഷി ചെയ്യുന്നത്. കാരണം എന്താ? ഈ നദീതീരങ്ങളിലും തീര സമതലങ്ങളിലുമാണ് നല്ല എക്കൽ നിക്ഷേപം കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് അവിടെ നെൽകൃഷി കൂടുതലായിട്ട് ചെയ്യുന്നത്. ശിവാലിക് ചെരുവുകളിൽ തട്ടുതട്ടുകളായി നെൽകൃഷി ചെയ്തു വരുന്നു. ശിവാലിക് ചെരുവുകളിൽ തട്ടുതട്ടുകളായി നെൽകൃഷി ചെയ്തു വരുന്നു. ഇതും പ്രീവിയസ് ആയിട്ട് ഒരിക്കൽ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ഉണ്ടായിരുന്നതാണ്. ശിവാലിക് ചെരുവുകളിലും തട്ടുതട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. തെറ്റിദ്ധരിക്കല്ലേ, ഇന്ത്യയല്ല. ആരാ? ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന രാജ്യം ഏതാ? ചൈനയാണ്. രണ്ടാമതായി ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. രണ്ടാമതായിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന രാജ്യം ഏതാ? അത് ഇന്ത്യയാണ്. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. വ്യത്യാസം മനസ്സിലാക്കി പഠിച്ചോളണേ. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് കയറ്റുമതി ചെയ്യുന്ന രാജ്യം എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. നെൽകൃഷിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്: ഒന്നാം സ്ഥാനം ചൈന, രണ്ടാം സ്ഥാനം ഇന്ത്യ, മൂന്നാം സ്ഥാനം ഇന്തോനേഷ്യ, നാലാം സ്ഥാനം ബംഗ്ലാദേശ്. ഈ 4 പൊസിഷൻസ് പഠിച്ചു വെച്ചോളണേ. നെൽകൃഷിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ? ഒന്നാം സ്ഥാനം ചൈന, രണ്ടാം സ്ഥാനം ഇന്ത്യ, മൂന്നാം സ്ഥാനം ഇന്തോനേഷ്യ, നാലാം സ്ഥാനം ബംഗ്ലാദേശ് എന്നാണ്. ഒന്നുകൂടി പറയാം, നദീതീരങ്ങളിലും തീരസമതലങ്ങളുമാണ് മുഖ്യമായിട്ടും നെൽകൃഷി ചെയ്യുന്നത്. ശിവാലിക് ചെരുവുകളിൽ തട്ടുതട്ടുകളായി നെൽകൃഷി ചെയ്തു വരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. രണ്ടാമതായി ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന രാജ്യം ഏതാ? നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. നെൽകൃഷിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ? ഒന്നാം സ്ഥാനം ചൈന, രണ്ടാം സ്ഥാനം ഇന്ത്യ, മൂന്നാം സ്ഥാനം ഇന്തോനേഷ്യ, നാലാം സ്ഥാനം ബംഗ്ലാദേശ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയിലെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശങ്ങളാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ തൊട്ട് അങ്ങോട്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ, ഇന്ത്യയിൽ നെൽകൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ. ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളതാണ് തെക്കൻ മേഖല. എന്താണ് തെക്കൻ മേഖല? അതായത് നമ്മുടെ കേരളം ഉൾപ്പെടുന്ന തെക്കേ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള നെൽകൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ. ദക്ഷിണേന്ത്യയിലെ പ്രധാന നെല്ലുൽപാദന മേഖലകൾ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം, കർണാടക എന്നിവയാണ്. ദക്ഷിണേന്ത്യയിലെ പ്രധാന നെല്ലുൽപാദന മേഖലകൾ ഏതൊക്കെയാ? ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം, കർണാടക എന്നിവയാണ്. തെക്കൻ മേഖലയിലേക്ക് നെല്ല് പ്രധാനമായും കൃഷി ചെയ്യുന്നത് ഗോദാവരി നദി, കൃഷ്ണ നദി, കാവേരി നദി എന്നിവയുടെ ഡെൽറ്റ പ്രദേശങ്ങളിലാണ്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. തെക്കൻ മേഖലകളിലെ നെല്ല് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് എവിടെയാ? ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളുടെ ഡെൽറ്റ പ്രദേശങ്ങളിലാണ്. അടുത്തതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ മേഖലയിലുള്ള നെൽകൃഷി. നമുക്ക് നോക്കാം. പശ്ചിമ മേഖലയിലെ മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് നെല്ല് കൂടുതലായി കൃഷി ചെയ്യുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ മേഖലയില് ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് കൂടുതലായിട്ട് നെൽകൃഷി ചെയ്യുന്നത്. ജൂൺ ഓഗസ്റ്റിൽ ആരംഭിച്ച് ഒക്ടോബർ ഡിസംബറിൽ വിളവെടുക്കുന്ന കാലയളവിൽ മഴയെ ആശ്രയിച്ചാണ് പ്രധാനമായിട്ടും
ഈ പ്രദേശങ്ങൾ, അതായത് പടിഞ്ഞാറൻ മേഖലകളിൽ നെൽകൃഷി ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ജൂൺ ഓഗസ്റ്റിനിടയ്ക്ക് വിത്ത് വിതച്ച് ഒക്ടോബർ ഡിസംബർ മാസത്തിൽ എന്ത് ചെയ്യും, വിളവെടുക്കും. ഈ കാലയളവിനിടയ്ക്ക് എന്താണ്, മഴ നന്നായിട്ട് ഈ പടിഞ്ഞാറൻ മേഖലയിൽ പെയ്യും. ഈ മഴയെ ആശ്രയിച്ചാണ് എന്ത് ചെയ്യുന്നത്, പടിഞ്ഞാറൻ മേഖലയിൽ പ്രധാനമായിട്ടും നെൽകൃഷി ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇന്ത്യയിലെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ തെക്കൻ മേഖല, അതായത് ഇന്ത്യൻ തെക്കൻ മേഖലയിലുള്ള നെൽകൃഷികളെ പറ്റിയിട്ടാണ്. ദക്ഷിണേന്ത്യയിലെ പ്രധാന നെല്ലുൽപാദന മേഖലകളെ എന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം, കർണാടക എന്നീ സംസ്ഥാനങ്ങളാണ്. തെക്കൻ മേഖലയിലെ നെല്ല് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളുടെ ഡെൽറ്റ പ്രദേശങ്ങളിലാണ്. അടുത്തതാണ് പടിഞ്ഞാറൻ മേഖല. പടിഞ്ഞാറൻ മേഖലയിൽ പ്രധാനമായിട്ടും നെൽകൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ്. ജൂൺ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ ഡിസംബർ വരെയുള്ള കാലയളവിൽ മഴയെ ആശ്രയിച്ചാണ് നെൽകൃഷി പ്രധാനമായിട്ടും പടിഞ്ഞാറൻ മേഖലകൾ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് വടക്കൻ മേഖലയെ പറ്റിയിട്ടാണ്. അതായത് ഇന്ത്യയുടെ വടക്കൻ ഭാഗത്ത് എവിടെയൊക്കെയാണ് പ്രധാനമായും നെൽകൃഷി ചെയ്യുന്നതെന്നാണ്. വടക്കൻ മേഖലയിൽ ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശിന്റെ പടിഞ്ഞാറ് ഭാഗങ്ങള്, പഞ്ചാബ്, ഹരിയാന എന്നീ പ്രദേശങ്ങളിലാണ് കൂടുതലായി നെൽകൃഷി ചെയ്യുന്നത്. ഓർത്തോളനെ, നമ്മുടെ വടക്കൻ മേഖലയിൽ കൂടുതലായിട്ട് നെൽകൃഷി ചെയ്യുന്നത് എവിടെയൊക്കെയാണ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീര്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശിന്റെ പടിഞ്ഞാറ് ഭാഗം, പഞ്ചാബ്, ഹരിയാന എന്നീ പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് നെൽകൃഷി ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് കിഴക്കൻ മേഖല. അതായത് ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്തുള്ള ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായിട്ട് നെൽകൃഷി ചെയ്യുന്നത് നമുക്ക് നോക്കാം. കിഴക്കൻ മേഖലയിൽ പശ്ചിമ ബംഗാൾ, ഒന്നുകൂടി എടുത്ത് പറയുന്നു, കിഴക്കൻ മേഖലയില് പശ്ചിമ ബംഗാൾ, കിഴക്കൻ ഉത്തർപ്രദേശ്, അതായത് ഉത്തർപ്രദേശിന്റെ കിഴക്ക് ഭാഗം, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായിട്ട് നെൽകൃഷി ചെയ്യുന്നത്. കിഴക്കൻ മേഖലയിൽ എന്ന് പറയുമ്പോഴേക്കും പ്രധാനമായിട്ടും പശ്ചിമ ബംഗാള്, അതുപോലെ ഉത്തർപ്രദേശിന്റെ കിഴക്കൻ ഭാഗങ്ങള്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായിട്ട് നെൽകൃഷി ചെയ്യുന്നത്. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നെൽകൃഷി നടക്കുന്നത്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലാണ് കൂടുതലായിട്ട് നെൽകൃഷി നടക്കുന്നത്. ഗംഗ മഹാനദി തീരങ്ങളിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്നത്. നദിയെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗംഗ മഹാനദി തീരങ്ങളിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന സംസ്ഥാനമായിട്ട് ആര് മാറിയത്, പശ്ചിമ ബംഗാൾ മാറിയത്. കാരണം പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത് ഗംഗാ നദിയുടെ നിക്ഷേപണ ഫലമായി രൂപപ്പെട്ടിട്ടുള്ള നല്ല ഫലപുഷ്ടമായിട്ടുള്ള എക്കൽ സമതലത്തിന് മുകളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പ്രദേശത്ത് കൂടുതലായിട്ട് അല്ലെങ്കിൽ വൻതോതില് നെൽകൃഷി ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വടക്കൻ മേഖലയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വടക്കൻ മേഖലയിൽ ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശിന്റെ പടിഞ്ഞാറൻ മേഖല, പഞ്ചാബ്, ഹരിയാന എന്നീ പ്രദേശങ്ങളിലാണ് കൂടുതലായി നെൽകൃഷി ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് കിഴക്കൻ മേഖലയെ പറ്റിയിട്ടാണ്. കിഴക്കൻ മേഖലയിലെ പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശിന്റെ കിഴക്ക് ഭാഗം, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായി നെൽകൃഷി ചെയ്യുന്നത്. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നെൽകൃഷി നടക്കുന്നത്. ഉറപ്പായിട്ടും ചോദിക്കും PSC, രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നെൽകൃഷി നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പശ്ചിമ ബംഗാളിൽ കൂടുതലായിട്ട് നെൽകൃഷി നമുക്ക് കാണുവാനും കഴിയുന്നത്. ഗംഗ മഹാനദി തീരങ്ങളിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്നത്. ഗംഗ മഹാനദി തീരങ്ങളിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്നത്. ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഗംഗ മഹാനദി തീരങ്ങളിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്നത്. അടുത്തതാണ് വടക്ക് കിഴക്കൻ മേഖല. വടക്ക് കിഴക്കൻ മേഖലയിൽ ആസാമിലും മറ്റു സംസ്ഥാനങ്ങളിലും നെൽകൃഷി ചെയ്തു വരുന്നു. വടക്ക് കിഴക്കൻ മേഖലയില് ആസാമിലും മറ്റു സംസ്ഥാനങ്ങളിലും നെൽകൃഷി ചെയ്തു വരുന്നു. വടക്ക് കിഴക്കൻ മേഖലയിൽ കനത്ത മഴയുള്ള സാഹചര്യങ്ങളിലാണ് നെൽകൃഷി ചെയ്യുന്നത്. വടക്ക് കിഴക്കൻ മേഖലകളിൽ കനത്ത മഴയുള്ള സാഹചര്യങ്ങളിലാണ് നെൽകൃഷി ചെയ്യുന്നത്. വടക്ക് കിഴക്കൻ മേഖലകളിലെ നെൽകൃഷി ബ്രഹ്മപുത്ര നദീതടത്തിലാണ് പ്രധാനമായും സ്ഥിതി ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. വടക്ക് കിഴക്കൻ മേഖലകളിലെ നെൽകൃഷി പ്രധാനമായിട്ട് ബ്രഹ്മപുത്ര നദീതടങ്ങളിലാണ് കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ ഒന്നാം സ്ഥാനം പശ്ചിമ ബംഗാൾ, രണ്ടാം സ്ഥാനം ഉത്തർപ്രദേശ്, മൂന്നാം സ്ഥാനം ആന്ധ്രാപ്രദേശ്, നാലാം സ്ഥാനം നമ്മുടെ സ്വന്തം തമിഴ്നാടാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് പശ്ചിമ ബംഗാൾ, രണ്ട് ഉത്തർപ്രദേശ്, മൂന്ന് ആന്ധ്രാപ്രദേശ്, നാല് തമിഴ്നാടാണ്.
ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വടക്ക് കിഴക്കൻ മേഖലയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വടക്ക് കിഴക്കൻ മേഖലയിൽ ആസാമിലും അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലും പ്രധാനമായിട്ടും നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. വടക്ക് കിഴക്കൻ മേഖലയിൽ കനത്ത മഴയുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ നെൽകൃഷി ചെയ്യുന്നുള്ളൂ. എന്തായിരിക്കും സുഹൃത്തുക്കളെ അതിനുള്ള കാരണം? നമുക്കറിയാം, ചെങ്കുത്തായിട്ടുള്ള മലയുള്ള മേഖലയാണ് അല്ലേ വടക്ക് കിഴക്കൻ മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കനത്ത മഴയുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? നെൽകൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ കേട്ടിട്ടുണ്ട്, ജുമ്മിങ് എന്നുള്ള പേരിലൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. കാരണം തട്ടുതട്ടായിട്ട് ജലം കെട്ടി നിർത്തിയാണ് അവിടെ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത മഴ എപ്പോഴും എന്തിനു വേണം? ഈ വടക്ക് കിഴക്കൻ മേഖലയില് നെൽകൃഷി ചെയ്യുന്നതിന് ആവശ്യമാണ്. ഈ വടക്ക് കിഴക്കൻ മേഖലയിൽ നെൽകൃഷി പ്രധാനമായിട്ടും ബ്രഹ്മപുത്ര നദീതടത്തിലാണ് കാണപ്പെടുന്നത്. അതും കൂടെ ഒന്ന് ഓർത്തു വെക്കുക. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? ഒന്നാം സ്ഥാനം പശ്ചിമ ബംഗാൾ, രണ്ടാം സ്ഥാനം ഉത്തർപ്രദേശ്, മൂന്നാം സ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്, നാലാം സ്ഥാനം നമ്മുടെ തമിഴ്നാട് സംസ്ഥാനവുമാണ്. ഇന്ത്യയിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന നെല്ലിന്റെ വകഭേദമാണ് ഗോവിന്ദ ഭോഗ്, തുലൈ പഞ്ചി, ബസ്മതി, സോന മസൂരി, കാലാജീര റൈസ്, മോഗ്ര അരി, അംബെ മോഹർ റൈസ്. ഇത്രയും ഓർത്ത് വെച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന നെല്ലിന്റെ വകഭേദങ്ങൾ ഏതൊക്കെയാ? ഗോവിന്ദ ഭോഗ്, തുലൈ പഞ്ചി, ബസ്മതി നമുക്ക് എല്ലാവർക്കും അറിയാം, സോന മസൂരി, കാലാജീര റൈസ്, മോഗ്ര അരി, അതുപോലെ അംബെ മോഹർ റൈസ്. ഇതെന്താ PSC ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ തുലൈ പഞ്ചി ഏത് കാർഷിക വിളയാണെന്നൊക്കെ എടുത്ത് ചോദിക്കും. അപ്പൊ ഇതൊന്ന് സുഹൃത്തുക്കള് ഓർത്തു വെക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നെല്ലിന്റെ വകഭേദം ബസുമതിയാണ്. അരികളിലെ രാജാവ് എന്നറിയപ്പെടുന്നത് ബസുമതിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നെല്ലിന്റെ വകഭേദം ഏതാ? അത് ബസുമതിയാണ്. ഇനി അരികളിലെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബസുമതിയാണ്. ആന്ധ്രാപ്രദേശിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന നെല്ലിന്റെ വകഭേദമാണ് സോന മസൂരി. ഓർത്തോളണേ, ആന്ധ്രാപ്രദേശില് വ്യാപകമായി കൃഷി ചെയ്യുന്ന നെല്ലിന്റെ വകഭേദം ഏതാ? സോന മസൂരിയാണ്. കരിഞ്ജീരക വിത്തിന് സമാനമായ നെല്ലിന്റെ വകഭേദമാണ് കാലജീര റൈസ് എന്ന് പറയുന്നത്. കരിഞ്ജീരക വിത്തിന് സമാനമായിട്ടുള്ള നെല്ലിന്റെ വകഭേദം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കാലാജീര റൈസ് എന്നറിയപ്പെടുന്നു. കാലാജീര റൈസിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ ആണ്. കാലാജീര റൈസിന്റെ ജന്മദേശം ഏതാണ്? പശ്ചിമ ബംഗാൾ സംസ്ഥാനമാണ്. ഒന്നുകൂടെ പറയാം സുഹൃത്തുക്കളെ, ഓർക്കുക. ഇന്ത്യയിൽ പ്രധാനമായി കൃഷി ചെയ്യുന്ന നെല്ലിന്റെ വകഭേദമാണ് ഗോവിന്ദോ ഭോഗ്, തുലൈ പഞ്ചി, ബസുമതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സോന മസൂരി, കാലാജീര റൈസ്, മോഗ്ര അരി, അതുപോലെ അംബെ മോഹർ റൈസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നെല്ലിന്റെ വകഭേദം ചോദിച്ചാൽ അത് ബസുമതിയാണ്. അരികളിലെ രാജാവ് എന്നറിയപ്പെടുന്നത് ബസുമതിയാണ്. ആന്ധ്രാപ്രദേശിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന നെല്ലിന്റെ വകഭേദം സോന മസൂരി. കരിഞ്ജീരക വിത്തിന് സമാനമായ നെല്ലിന്റെ വകഭേദമാണ് കാലാജീര റൈസ്. കാലാജീര റൈസിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. മധ്യപ്രദേശിൽ കൂടുതലായി കൃഷി ചെയ്യുന്ന സുഗന്ധമില്ലാത്ത നെല്ലിന്റെ വകഭേദമാണ് മോഗ്ര അരി എന്ന് പറയുന്നത്. ഓർത്തോളനെ, മധ്യപ്രദേശിലെ കൂടുതലായി കൃഷി ചെയ്യുന്ന സുഗന്ധമില്ലാത്ത നെല്ലിന്റെ വകഭേദം എന്ന് ചോദിച്ചാൽ അത് മോഗ്ര അരിയാണ്. പഴുത്ത മാമ്പഴത്തെ ഓർപ്പിക്കുന്ന സുഗന്ധമുള്ള നെല്ലിനമാണ് അംബെ മോഹർ റൈസ് എന്ന് പറയുന്നത്. പഴുത്ത മാമ്പഴത്തെ ഓർപ്പിക്കുന്ന സുഗന്ധമുള്ള നെല്ലിനമാണ് അംബെ മോഹർ റൈസ്. അംബെ മോഹർ റൈസിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അംബെ മോഹർ റൈസിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാ? മഹാരാഷ്ട്രയാണ്. കേരളത്തിൽ വയനാട് ജില്ലയിൽ കൃഷി ചെയ്യുന്ന സുഗന്ധ നെല്ലിനമാണ് ജീരകശാല ഗന്ധകശാല. കേരളത്തിലെ വയനാട് ജില്ലയിൽ കൃഷി ചെയ്യുന്ന സുഗന്ധ നെല്ലിനം ഏതൊക്കെയാ? ജീരകശാല, ഗന്ധകശാല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മധ്യപ്രദേശിൽ കൂടുതലായി കൃഷി ചെയ്യുന്ന സുഗന്ധമില്ലാത്ത നെല്ലിനത്തിന്റെ വകഭേദമാണ് മോഗ്ര അരി. പഴുത്ത മാമ്പഴത്തെ ഓർപ്പിക്കുന്ന സുഗന്ധമുള്ള നെല്ലിനമാണ് അംബെ മോഹർ റൈസ്. അംബെ മോഹർ റൈസിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. കേരളത്തിലെ വയനാട് ജില്ലയിൽ കൃഷി ചെയ്യുന്ന സുഗന്ധ നെല്ലിനമാണ് ജീരകശാല ഗന്ധകശാല. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളതാണ് ഗോതമ്പ്. രണ്ടാമത്തെ വിള ഏതാണ്? ഭക്ഷ്യവിള. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഗോതമ്പ്. അപ്പൊ നമുക്ക് ഗോതമ്പിനെ പറ്റി ഒന്ന് നോക്കാം. ഗോതമ്പ് ഇന്ത്യയിൽ ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള ഏത് എന്ന് ചോദിച്ചാൽ അത് ഗോതമ്പാണ്. ഇന്ത്യയില് ഉൽപാദനത്തില് രണ്ടാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള ഏതാ? ഗോതമ്പാണ്. ഇന്ത്യയുടെ മൊത്തം കൃഷിഭൂമിയുടെ 13% കൃഷി ചെയ്യുന്ന കാർഷിക വിള ഗോതമ്പാണ്. പഠിച്ചോളണേ, ഇന്ത്യയുടെ മൊത്തം കൃഷിഭൂമിയുടെ
13% കൃഷി ചെയ്യുന്ന കാർഷിക വിള ഏതാ? ഗോതമ്പാണ്. ഗോതമ്പ് ഒരു റാബി വിളയാണ്. ഗോതമ്പ് എന്ന് പറയുന്നത് റാബി വിളയാണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ റാബി വിളയുടെ ഉദാഹരണം എന്ന് ചോദിച്ചിട്ട് ഉത്തരം ഏതാ കൊടുക്കുന്നത്? ഗോതമ്പാണ്. അപ്പൊ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗോതമ്പ് ഒരു റാബി വിളയാണ്. നീർവാഴ്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം. നീർവാഴ്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം. മുഖ്യമായും മിതമായും മഴയും തണുത്ത കാലാവസ്ഥയും ആവശ്യമുള്ള മിതോഷ്ണ മേഖലാ വിളയാണ് ഗോതമ്പ്. മുഖ്യമായും മിതമായും മഴയും തണുത്ത കാലാവസ്ഥയും ആവശ്യമായുള്ള മിതോഷ്ണ മേഖലാ വിളയാണ് ഗോതമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഖ്യമായിട്ട് മഴ വേണം, അതുപോലെ തന്നെ തണുത്ത കാലാവസ്ഥയും വേണം. ആർക്ക്? നമ്മുടെ ഗോതമ്പ് കൃഷിക്ക്. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ താപനില 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഇമ്പോർട്ടന്റ് ആണ്. PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ താപനില 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസിന് ഇടയ്ക്കുള്ള താപനിലയാണ്. ഒന്നുകൂടി പറയാം. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള എന്നറിയപ്പെടുന്നത് ഗോതമ്പാണ്. ഇന്ത്യയുടെ മൊത്തം കൃഷിഭൂമിയുടെ 13% കൃഷി ചെയ്യുന്ന കാർഷിക വിള ഗോതമ്പാണ്. ഗോതമ്പ് ഒരു റാബി വിളയാണ്. നീർവാഴ്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം. മുഖ്യമായും മിതമായും മഴയും തണുത്ത കാലാവസ്ഥയും ആവശ്യമുള്ള മിതോഷ്ണ മേഖലാ വിള ഏതെന്ന് ചോദിച്ചാൽ അത് ഗോതമ്പാണ്. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ താപനില 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഗോതമ്പ് കൃഷിക്ക് ആവശ്യമായ മഴയുടെ അളവ് 75 സെന്റിമീറ്റർ മഴ. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ ആവശ്യമായ മഴയുടെ അളവ് എത്രയാ? 75 സെന്റിമീറ്റർ മഴയാണ്. ശൈത്യകാല വിളയായ ഗോതമ്പ് മുഖ്യമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത്. കാരണം എന്താ? ശൈത്യകാലത്ത് ഇന്ത്യയിലെ മഴയുടെ ലഭ്യത വളരെ കുറവായത് കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോ ശൈത്യകാല വിളയായ ഗോതമ്പ് മുഖ്യമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത്. കാരണം എന്താ? നമ്മുടെ ഇന്ത്യയിലെ ശൈത്യ കാലാവസ്ഥയിലെ മഴയുടെ അളവ് വളരെ കുറവായതിനാലാണ്. ഉഷ്ണമേഖലാ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ഗോതമ്പിന്റെ വിളവ് കുറവായിരിക്കും. ഓർക്കുക, ഉഷ്ണമേഖലാ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ഗോതമ്പിന്റെ വിളവ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. തണുത്തതും ഈർപ്പമില്ലാത്തതുമായ കാലാവസ്ഥ ആവശ്യമായ ഗോതമ്പ് ഒരു ശൈത്യകാല വിളയായി അറിയപ്പെടുന്നു. തണുത്തതും ഈർപ്പമില്ലാത്തതുമായ കാലാവസ്ഥ ആവശ്യമായ ഗോതമ്പ് ഒരു ശൈത്യകാല വിളയായിട്ട് അറിയപ്പെടുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചാൽ ചൈനയാണ്. രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാ? അത് ഇന്ത്യയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് കയറ്റുമതി ചെയ്യുന്ന രാജ്യം റഷ്യയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാ? റഷ്യയാണ്. അപ്പോ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ചൈനയും രണ്ടാമത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയും എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്വന്തം രാജ്യത്ത് ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗോതമ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഭക്ഷ്യാവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. എന്നാൽ റഷ്യ പോലുള്ള രാജ്യങ്ങൾ ഗോതമ്പ് കൂടുതലായി ഉൽപ്പാദിപ്പിച്ചിട്ട് അവരെന്ത് ചെയ്യും? ഡയറക്റ്റ് കയറ്റുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൂടെ ഓർക്കുക. ഒന്നുകൂടി പറയാം. ഗോതമ്പ് കൃഷിക്ക് ആവശ്യമായ മഴയുടെ അളവ് എത്രയാ? 75 സെന്റിമീറ്റർ മഴയാണ്. ശൈത്യകാല വിളയായ ഗോതമ്പ് മുഖ്യമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത്. ഉഷ്ണമേഖലാ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ഗോതമ്പിന്റെ വിളവ് കുറവായിരിക്കും. തണുത്തതും ഈർപ്പമില്ലാത്തതുമായ കാലാവസ്ഥ ആവശ്യമായ ഗോതമ്പ് ഒരു ശൈത്യകാല വിളയായിട്ട് അറിയപ്പെടുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ അത് റഷ്യയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഗോതമ്പ് ഉൽപാദനവുമാണ്. നമുക്ക് സമയം കളയേണ്ട നോക്കാം. ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഗോതമ്പ് ഉൽപാദനവും. ആദ്യമായിട്ട് നമുക്ക് നോക്കുവാനുള്ളത് ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ കൂടുതലായി ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണം ചോദിച്ചാൽ ഗംഗാ നദിയും അതിന്റെ പോഷക നദികളും നിക്ഷേപിക്കുന്ന നേർത്ത എക്കൽ മണ്ണ്, കനാലുകളുടെ ശൃംഖല, കുഴൽക്കിണറുകൾ ധാരാളം കാണപ്പെടുന്നത് കൊണ്ട് ഗംഗ യമുന നദികൾ കൂടുതലായുള്ള എക്കൽ നിക്ഷേപം. ഇത്രയും പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഉത്തർപ്രദേശിൽ കൂടുതലായി ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണം ചോദിച്ചാൽ ഗംഗാ നദിയും അതിന്റെ പോഷക നദികളും നിക്ഷേപിക്കുന്ന നേർത്ത എക്കൽ മണ്ണ്, കനാലുകളുടെ ശൃംഖല, കുഴൽക്കിണറുകൾ ധാരാളം കാണപ്പെടുന്നത്,
ഗംഗ, യമുന നദികൾ കൂടുതലായുള്ള എക്കൽ നിക്ഷേപം എന്തുകൊണ്ടാണ് എടുത്ത് പറഞ്ഞെന്ന് ചോദിച്ചാൽ ഈ ഗംഗയുടെ പോഷക നദിയായിട്ടുള്ള യമുനയാണ് കൂടുതലായിട്ടും ഈ ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് എക്കൽ നിക്ഷേപം നടത്തുന്നത്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് ഗംഗ, യമുന നദികളിലൂടെ കൂടുതലായി എത്തുന്ന എക്കൽ നിക്ഷേപം. ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്ന പ്രദേശം ദോവാബ്. ഉത്തർപ്രദേശിലെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്ന പ്രദേശം ഏതാണ്? ദോവാബാണ്. ഉയർന്ന മഴയുടെ ലഭ്യത കാരണം ഉത്തർപ്രദേശിലെ വാരണാസിയുടെ കിഴക്ക് ഭാഗത്തുള്ള ഗോതമ്പ് ഉത്പാദനം നന്നേ കുറവാണ്. ഓർക്കുക, നമ്മൾ പറഞ്ഞിരുന്നു ചൂട് കൂടുതലോ മഴ കൂടുതലോ ഉണ്ടായി കഴിഞ്ഞാൽ ഗോതമ്പ് ഉത്പാദനം കുറയുമെന്ന്. അതുകൊണ്ട് തന്നെ ഉയർന്ന മഴയുടെ ലഭ്യത കാരണം ഉത്തർപ്രദേശിലെ വാരണാസിയുടെ ഭാഗമായിട്ടുള്ള കിഴക്കൻ മേഖലകളിൽ ഗോതമ്പ് ഉത്പാദനം നന്നേ കുറവാണ്. കൂടി പറയാം സുഹൃത്തുക്കളെ, ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഗോതമ്പ് ഉത്പാദനത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യമായി നമ്മൾ പറഞ്ഞത് ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ പറ്റിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ കൂടുതലായി ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്നതിന് കാരണം ഗംഗാ നദിയും അതിന്റെ പോഷക നദികളും നിക്ഷേപിക്കുന്ന നേർത്ത എക്കൽ മണ്ണ്, കനാലുകളുടെ ശൃംഖല, കുഴൽക്കിണറുകൾ ധാരാളം കാണപ്പെടുന്നു. ഗംഗ, യമുന നദികളിലൂടെ കൂടുതലായി എത്തുന്ന എക്കൽ നിക്ഷേപം. ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്ന പ്രദേശം ഏതാ? ദോവാബാണ്. ഉയർന്ന മഴയുടെ ലഭ്യത കാരണം ഉത്തർപ്രദേശിലെ വാരണാസിയുടെ കിഴക്കൻ ഭാഗത്തുള്ള ഗോതമ്പ് ഉത്പാദനം നന്നേ കുറവായിരിക്കും. അടുത്തതാണ് മധ്യപ്രദേശ്. രണ്ടാമത്തെ സംസ്ഥാനം ഏതാ? മധ്യപ്രദേശ്. ഇന്ത്യയിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം ഏതാ? മധ്യപ്രദേശാണ്. ശൈത്യകാലത്ത് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയുള്ള സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. ശൈത്യകാലത്ത് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയുള്ള സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാ? മധ്യപ്രദേശാണ്. മൂന്നാമതായി നമുക്ക് പഠിക്കേണ്ടതാണ് പഞ്ചാബ്. ഏതാണ്? പഞ്ചാബ്. ഹരിത വിപ്ലവം പരമാവധി പ്രയോജനപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനമായിരുന്നു പഞ്ചാബ്. ഹരിത വിപ്ലവം പരമാവധി പ്രയോജനപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനമായിരുന്നു പഞ്ചാബ്. കനാലുകളും കുഴൽക്കിണറുകളും നിറഞ്ഞ സങ്കീർണമായ ജലസേചന സംവിധാനം ഹരിത വിപ്ലവ കാലത്ത് പഞ്ചാബിന് നേടിയെടുക്കുവാൻ കഴിഞ്ഞു. കനാലുകളും കുഴൽക്കിണറുകളും നിറഞ്ഞ സങ്കീർണമായ ജലസേചന സംവിധാനം ഹരിത വിപ്ലവ കാലത്ത് പഞ്ചാബിന് നേടിയെടുക്കുവാൻ കഴിഞ്ഞു. സിന്ധുവിന്റെ പോഷക നദികൾ കൊണ്ടുവരുന്ന ഫലപുഷ്ടമായ എക്കൽ മണ്ണ് പഞ്ചാബിൽ ഗോതമ്പ് കൃഷി വർദ്ധിക്കുന്നതിന് കാരണമായി. സിന്ധുവിന്റെ പോഷക നദികൾ കൊണ്ടുവരുന്ന ഫലപുഷ്ടമായ എക്കൽ മണ്ണ് പഞ്ചാബിൽ ഗോതമ്പ് കൃഷി വർദ്ധിക്കുന്നതിന് കാരണമായി. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ശൈത്യകാലത്ത് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയുള്ള സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. അതിനുശേഷം നമ്മൾ പഞ്ചാബിനെ പറ്റിയാണ് പറഞ്ഞത്. ഹരിത വിപ്ലവം പരമാവധി പ്രയോജനപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനമായിരുന്നു പഞ്ചാബ്. കനാലുകളും കുഴൽക്കിണറുകളും നിറഞ്ഞ സങ്കീർണമായ ജലസേചന സംവിധാനം ഹരിത വിപ്ലവ കാലത്ത് പഞ്ചാബ് നേടിയെടുക്കുവാൻ കഴിഞ്ഞു. സിന്ധുവിന്റെ പോഷക നദികൾ കൊണ്ടുവരുന്ന ഫലപുഷ്ടമായ എക്കൽ മണ്ണ് പഞ്ചാബിൽ ഗോതമ്പ് കൃഷിക്ക് വർദ്ധിക്കുന്നതിന് കാരണമായി. നാലാമതായി ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ്. നാലാമതായിട്ട് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? അത് ഹരിയാനയാണ്. അഞ്ചാമതായി ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. അഞ്ചാമതായി ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. രാജസ്ഥാനിൽ ഗോതമ്പ് കൃഷി സാധ്യമാക്കുന്ന കനാൽ എന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധി കനാൽ. ഓർത്തോളനെ, രാജസ്ഥാനിൽ ഗോതമ്പ് കൃഷി സാധ്യമാക്കുന്ന കനാൽ ഏതാ? ഇന്ദിരാഗാന്ധി കനാലാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്ന തെക്കേ ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് കർണാടകമാണ്. ഇമ്പോർട്ടന്റ് ആണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗോതമ്പ് കൃഷി ചെയ്യുന്ന തെക്കേ ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് കർണാടകമാണ്. ഒന്നുകൂടി പറയാം. നാലാമതായി ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഹരിയാന. അഞ്ചാമതായി ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ. രാജസ്ഥാനിൽ ഗോതമ്പ് കൃഷിക്ക് സാധ്യമാക്കുന്ന കനാൽ ഇന്ദിരാഗാന്ധി കനാൽ. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്ന തെക്കേ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? കർണാടകമാണ്. അടുത്തതായും അവസാനമായും നമുക്ക് പഠിക്കേണ്ട ഇന്ത്യയിൽ പ്രധാനമായി ഉത്പാദിപ്പിക്കുന്ന ഭക്ഷ്യവിളയാണ് ചോളം. ഓർക്കുക, ഏതാണ്? ചോളം. ഖാരിഫ്, റാബി സീസണുകളിൽ ഒരുപോലെ കൃഷി ചെയ്യാൻ കഴിയുന്ന വിളയാണ് ചോളം. പഠിച്ചോളണേ. ഖാരിഫ്, റാബി സീസണുകളിൽ ഒരുപോലെ കൃഷി ചെയ്യാൻ കഴിയുന്ന വിള എന്ന് ചോദിച്ചാൽ അത് ചോളമാണ്. റാബി സീസണിൽ പ്രധാനമായും ചോളം കൃഷി ചെയ്യുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ബീഹാർ ആണ്. റാബി സീസണിൽ പ്രധാനമായിട്ടും ചോളം കൃഷി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ബീഹാർ ആണ്. ഇന്ത്യൻ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3-ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യൻ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3-ാം സ്ഥാനമാണ് ഉള്ളത്. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നു. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ചോളം എന്ത് ചെയ്യുന്നുണ്ട്?
കൃഷി ചെയ്യുന്നുണ്ട്. ഓർക്കുക, 21 മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിൽ ചോളം നന്നായി വളരുന്നു. 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിൽ ചോളം നന്നായി വളരുന്നു. ചോളം കൃഷിക്ക് അനുയോജ്യമായ മഴയുടെ അളവ് ശരാശരി 75 സെന്റിമീറ്റർ മഴയാണ്. ചോളം കൃഷിക്ക് അനുയോജ്യമായ മഴയുടെ അളവ് ശരാശരി എത്രയാ? 75 സെന്റിമീറ്റർ മഴയാണ്. നീർവാഴ്ചയുള്ള ഫലപുഷ്ടമായ മണ്ണാണ് ചോളം കൃഷിക്ക് അനുയോജ്യം. നീർവാഴ്ചയുള്ള ഫലപുഷ്ടമായ മണ്ണാണ് ചോളം കൃഷിക്ക് അനുയോജ്യം. ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, ചോളത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ചോളം എന്ന് പറയുന്നത് ഖാരിഫ്, റാബി സീസണുകളിൽ ഒരുപോലെ കൃഷി ചെയ്യാൻ കഴിയുന്ന വിളയാണ്. റാബി സീസണിൽ പ്രധാനമായും ചോളം കൃഷി ചെയ്യുന്ന സംസ്ഥാനം ബീഹാറാണ്. ഇന്ത്യൻ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3-ാം സ്ഥാനമാണുള്ളത്. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നുണ്ട്. 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ ചോളം നന്നായിട്ട് വളരുന്നു. ചോളം കൃഷിക്ക് അനുയോജ്യമായ മഴയുടെ അളവ് ശരാശരി 75 സെന്റിമീറ്റർ മഴയാണ്. നീർവാഴ്ചയുള്ള ഫലപുഷ്ടമായ മണ്ണാണ് ചോളം കൃഷിക്ക് അനുയോജ്യം. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചോളത്തിന്റെ 60% കാലിത്തീറ്റ ഉണ്ടാക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചോളത്തിന്റെ 60% എന്തിനാ ഉപയോഗിക്കുന്നത്? കാലിത്തീറ്റ ഉണ്ടാക്കുന്നതിനാണ്. അതിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോളം ഉപയോഗിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ കോഴിത്തീറ്റ നിർമ്മാണമാണ് കേട്ടോ. അതായത് പൗൾട്രി ഫാമിലാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചോളത്തിന്റെ ഭൂരിഭാഗവും എന്തിനാണ്? കോഴിത്തീറ്റയുടെ നിർമ്മാണത്തിനാണ് കേട്ടോ. ചിലപ്പോൾ ഈ കാലിത്തീറ്റ എന്ന് പറയത്തില്ല, എടുത്ത് PSC കോഴിത്തീറ്റ എന്നായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചോളത്തിന്റെ 12% വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. നമ്മൾ കണ്ടിട്ടില്ലേ ചോളം ഉപയോഗിച്ചിട്ടുള്ള ബാഗുകൾ അല്ലെന്നുണ്ടെങ്കിൽ കവറുകൾ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ പുറത്തിറങ്ങുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചോളത്തിന്റെ 12% എന്തിനാ ഉപയോഗിക്കുന്നത്? വ്യാവസായിക ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയുടെ ചോളത്തിന്റെ മൊത്തം ഉൽപ്പാദനത്തിന്റെ 7% മാത്രമാണ് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്. അതായത് മനുഷ്യൻ ഭക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ത്യയുടെ ചോളത്തിന്റെ മൊത്തം ഉൽപ്പാദനത്തിന്റെ 7% മാത്രമാണ് ഭക്ഷണത്തിനായിട്ട് മനുഷ്യൻ ഉപയോഗിക്കുന്നത്. ഓർക്കുക, ഇന്ത്യയുടെ മൊത്തം ഉൽപ്പാദനത്തിന്റെ 6% ചോളം മാത്രമാണ് കയറ്റുമതി ചെയ്യുന്നത്. ഇന്ത്യയുടെ മൊത്തം ഉൽപ്പാദനത്തിന്റെ 6% മാത്രം ചോളമാണ് നമ്മൾ കയറ്റുമതി ചെയ്യുന്നത്. ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചോളത്തിന്റെ 60% കാലിത്തീറ്റ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ചോളം ഉപയോഗിക്കുന്നത് എന്തിനാ? കോഴിത്തീറ്റ നിർമ്മിക്കാനാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചോളത്തിന്റെ 12% വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. ഇന്ത്യയുടെ ചോളത്തിന്റെ മൊത്തം ഉൽപ്പാദനത്തിന്റെ 7% മാത്രമാണ് നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ത്യയുടെ മൊത്തം ഉൽപ്പാദനത്തിന്റെ 6% ചോളം എന്ത് ചെയ്യുന്നുണ്ട്? കയറ്റുമതി ചെയ്യുന്നുണ്ട്. ലോകമെമ്പാടും ചോളം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 7-ാം സ്ഥാനം. ലോകമെമ്പാടും ചോളം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 7-ാം സ്ഥാനമാണ്. ലോക ചോള ഉൽപ്പാദനത്തിന്റെ 2% ഇന്ത്യയിൽ നിന്നും. ലോകത്തിലെ മൊത്തം ചോള ഉൽപ്പാദനത്തിന്റെ 2% എവിടെ നിന്നാ? ഇന്ത്യയിൽ നിന്നാണ്. 2025 കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. 2025 കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? കർണാടകയാണ്. 2-ാം സ്ഥാനം മധ്യപ്രദേശ്, 3-ാം സ്ഥാനം മഹാരാഷ്ട്ര. 2-ാം സ്ഥാനം ആരാ? മധ്യപ്രദേശാണ്. 3-ാം സ്ഥാനം ആരാ? മഹാരാഷ്ട്രയാണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക, ലോകമെമ്പാടും ചോളം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 7-ാം സ്ഥാനമാണ്. ലോക ചോള ഉൽപ്പാദനത്തിന്റെ 2% ഇന്ത്യയിൽ നിന്നാണ്. 2025 കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. 2-ാം സ്ഥാനം മധ്യപ്രദേശാണ്. 3-ാം സ്ഥാനം മഹാരാഷ്ട്രയാണ്. ഓർക്കുക, അപ്പോ ഇങ്ങനെയുള്ള 3 പ്രധാനപ്പെട്ട ഭക്ഷ്യവിളകളാണ് നമ്മൾ പഠിച്ചത്. പ്രധാനമായിട്ടും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ 3 ഭക്ഷ്യവിളകളെ എടുത്ത് ഇത്ര വിശദമായിട്ട് പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ വേറൊന്നുമില്ല, ഈ 3 ഭക്ഷ്യവിളകളാണ് പ്രധാനമായിട്ടും നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തു നിന്നായിരിക്കും PSC ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടുള്ള ഈ 3 ഭക്ഷ്യവിളകളും സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക. ഇത്ര നേരം ഈ വീഡിയോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.